7 കാര്യങ്ങളിൽ വിജ്ഞാനം സമ്പത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഒന്നാമതായി പറയുന്നത് വിജ്ഞാനം എന്നുള്ളത് പ്രവാചകന്മാരുടെ പൈതൃക സ്വത്താണ് എന്നുള്ളതാണ്. ധനമാണെങ്കിലോ ഫറവോമാരുടെ പൈതൃക സ്വത്തും. രണ്ടാമതായി പറയുന്നത് വിജ്ഞാനം ദാനം ചെയ്യൽ കൊണ്ട് കുറയുകയില്ല എന്നുള്ളതാണ്. എന്നാൽ ധനം ദാനം ചെയ്യൽ കൊണ്ട് കുറയും എന്നുള്ളതുമാണ്. അതിൽ മൂന്നാമതായി പറയുന്നത് ധനത്തിന് കാവൽ വേണം എന്നുള്ളതാണ്. എന്നാൽ വിജ്ഞാനം അതിൻ്റെ ഉടമയെ കാത്തുകൊള്ളും. നാലാമതായി പറയുന്നത് ഒരു ജ്ഞാനി മരിച്ചാൽ അവൻ്റെ വിജ്ഞാനം അവൻ്റെ ഖബറിലേക്കെത്തും. എന്നാൽ ഒരു ധനികൻ മരിച്ചാൽ അവൻ്റെ സമ്പത്ത് ഇവിടെ അവശേഷിക്കും. ഇതിൽ അഞ്ചാമതായി പറയുന്നത് ധനം വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ലഭിക്കുമെന്നും എന്നാൽ അറിവ് വിശ്വാസികൾക്ക് മാത്രമാണ് ലഭിക്കുക എന്നുള്ളതുമാണ്. ആറാമതായി പറയുന്നത് മതപരമായ വിഷയങ്ങളിൽ എല്ലാവർക്കും പണ്ഡിതനെ വേണം. എന്നാൽ ധനികനെ ഈ വിഷയത്തിൽ ആർക്കും വേണ്ട എന്നുള്ളതാണ്. ഏഴാമതായി പറയുന്നത് വിജ്ഞാനം മനുഷ്യനെ സന്മാർഗത്തിലൂടെ നടത്തുമ്പോൾ ധനം അതിൽ നിന്ന് അവനെ തടയും എന്നുള്ളതാണ്.